ബി.ജെ.പി. ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയിലെ മണ്ഡലം കമ്മിറ്റികളിലെ അതൃപ്തിയിൽ പ്രതികരണവുമായി ബി.ജെ.പി. ജില്ലാ നേതൃത്വം രംഗത്ത് വന്നു. എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നവർ വസ്തുതകൾ പഠിക്കാതെയാണ് സംസാരിക്കുന്നതെന്നും സ്ത്രീകൾക്കും പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും ന്യൂനപക്ഷത്തിൽപ്പെട്ടവർക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഭാരവാഹിത്വ ലിസ്റ്റാണ് പുറത്തുവിട്ടതെന്നും ബി.ജെ.പി. ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി.സി. വർഗീസ് പ്രതികരിച്ചു. ബി.ജെ.പി. ഇടുക്കിയിലെ പ്രവർത്തകർ മുഴുവൻ ഒറ്റക്കെട്ടാണ്. അവർ ചേർന്ന് നിന്ന് പ്രവർത്തിക്കും. ഇവിടെ സംഘവുമായും സംഘടനയുമായും ഒക്കെ നല്ല ചേർന്ന് നിന്നുള്ള അവരുടെ എല്ലാം സപ്പോർട്ടോടു കൂടിയുള്ള പ്രവർത്തനമാണ് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ അഭിപ്രായങ്ങൾ അനുകൂലമായും ഉണ്ടാവും, പ്രതികൂലമായും ഉണ്ടാവും. ആ അഭിപ്രായങ്ങളെയൊക്കെ മാനിക്കുന്നു. പക്ഷേ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ അവിടെ പാലിച്ച മാനദണ്ഡങ്ങൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. ജില്ലയിൽ 21 കമ്മിറ്റിയിൽ 7 വനിതകളെ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഒരു മാനദണ്ഡമായിരുന്നു. 2 SC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വേണമെന്നുള്ളതൊരു മാനദണ്ഡമായിരുന്നു. 2 ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വേണമെന്നുള്ളതും മാനദണ്ഡമായിരുന്നു. മാത്രവുമല്ല, അതിനകത്ത് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വേണമെന്നും നിർബന്ധമുണ്ടായിരുന്നു. പുതുമുഖങ്ങൾ 30% പുതുമുഖങ്ങൾ വേണമെന്നുള്ളതും ഒരു മാനദണ്ഡമായിരുന്നു. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റ് തയ്യാറാക്കിയത് ജില്ലാ പ്രസിഡന്റ് അല്ല. ആ ലിസ്റ്റിനകത്തൊരു ഭാഗം മാത്രമാണ് ജില്ലാ പ്രസിഡന്റ്. അതിനകത്ത് കോർ കമ്മിറ്റി ബി.ജെ.പിയുടെ കോർ കമ്മിറ്റിയിൽ പെട്ട 5 ആൾക്കാർ നിർദ്ദേശിച്ച് അത് വളരെ കൂലങ്കഷമായിട്ട് അത് പരിശോധന നടത്തി സംസ്ഥാന നേതൃത്വം, ആദരണീയനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റും അദ്ദേഹം നിയോഗിച്ച ആൾക്കാർ, നിരീക്ഷകർ ഉൾപ്പെടെയുള്ള സംഘടനാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ ലിസ്റ്റ് പഠിച്ച് അതുമായി ചർച്ച നടത്തി നിരവധിയായിട്ടുള്ള ചർച്ചകളും വിലയിരുത്തലും നടത്തിയതിനു ശേഷമാണ് ആ ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ അധിക്ഷേപിക്കുന്നവർ അല്ലെങ്കിൽ അതിനകത്ത് കുറ്റം കാണുന്നവർ അവർ ഈ വസ്തുതകളെ പഠിക്കാതെയാണ് കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. പിന്നെ ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കുന്ന ഈ നിലപാടുകൾ അതിനകത്ത് അതൃപ്തിയുള്ള ആൾക്കാരുണ്ടാകും. കാരണം സ്ത്രീകൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നു, SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രാധാന്യം കൊടുക്കുന്നു, ന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെ സമസ്ത മേഖലയിലുള്ള ആൾക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉള്ള ഒരു സംവിധാനവും കാഴ്ചപ്പാടുമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് വസ്തുതകളെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ആത്മാർത്ഥത എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്.